എന്താ മഴല്ലേ? മഴ നിന്നിട്ടില്ല. നല്ല ഉണ്ടാവും. നല്ല മഴക്കാറും മഴ ഉണ്ടാവും. ഇനിയിപ്പോ മഴ കൊണ്ടൊക്കെ കാര്യമുള്ളൂ. അതെ മഴയുടെ കാര്യമുള്ളൂ. ഇപ്പൊ ഈ ചൂടും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? നല്ല ചൂടേകരം. ഇന്നലെ പറയാ പൊതിനെ തല്ലും കിട്ടി, എളുപ്പം ഔട്ടായി പോന്ന്. എവിടെ എളുപ്പം ഔട്ടാണ്. ഞങ്ങളെ കിങ്ങും സാൾട്ടും കൂടി അടിച്ചപ്പോ അത് മാത്രമല്ലേനു വരച്ചോ. എന്നിട്ട് ലാസ്റ്റ് 6 വിക്കറ്റ് എത്ര റണ്ണിലാ പോയത്? 16 റണ്ണില് എടുത്തപ്പോത്തിന് എല്ലാരും ചുറ്റി കുട്ടി പെട്ടിയും കുട്ടി. നിങ്ങള് പ്ലേ ഓഫ് കളിച്ചില്ലേ? അത് ശരി. പ്ലേ ഓഫിൽ എത്താത്തോര് വലിയ വർത്താനം പറയാ. ഈ ടീമേറ്റും ഈ കളിയേറ്റും പ്ലേ ഓഫൊക്കെ പോയാലോ അത് ഫൈനൽ കളിച്ചാനപ്പോ പോകണ്ടേ? ഒരു കാര്യമില്ല. കപ്പും കിട്ടൂല, ഒരു കപ്പും കിട്ടൂല, ഉറപ്പാണ്. ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. നിങ്ങള് പുറത്തായി ഒരു മുണ്ടണ്ട. അതിനിപ്പോ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് എങ്ങനെയുണ്ട് ടീമിന് ഇത്തരം സാഹചര്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ ആവും. അപ്പൊ ഫിക്സ് ചെയ്യാൻ ഒരു സമയം കിട്ടും. അതിനൊരു കളിയും കൂടി ഉണ്ട്. അപ്പൊ അതിന് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് പ്ലേ ഓഫ് ഫിക്സിങ് തന്നെയാണ്. ഇന്നലെ നിങ്ങളെ കിങ് ഒക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കിങ് നല്ല അടിയുള്ള ഡഗ്ഔട്ടിൽ ഫുള്ള് ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഫോറുകൾ ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്. ആ ഒഴുക്കൊണ്ടൊന്നും കാര്യമില്ല. ബാക്കിയുള്ള ടീമുകൾക്കും വച്ചാ മോശം. ഇപ്പൊ എന്താ വെച്ചാലേ അത് ഞങ്ങളെ ക്യാപ്റ്റനൊക്കെ ഇപ്പൊ എന്തോ പറ്റി. മൂപ്പരിപ്പോ ആദ്യത്തെ കളി നല്ല ഫോം വരുന്ന ആരോ കണ്ണു വെച്ചു. ഇപ്പൊ കുറച്ച് മോശമാണെന്നുള്ള റൺഔട്ടായി. അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടി ആയതാണ്. ഇപ്പൊ ടീം ഡേവിഡ് നല്ല ഫോം അല്ലേ. ഇന്നലെ മോശമായത് നോക്കണ്ട. അതപ്പോ എപ്പോഴെങ്കിലും ഉണ്ടാവുന്ന ഒരു സ്വിച്ച് ഓഫ് ആണ്. അത് കണ്ടുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ മനസ്സിലൊരു ഡൗട്ട്. അത് പണ്ടത്തെ RCB തന്നെ ആയോ എന്നൊരു ഡൗട്ട്. അത് ഹേസൽവുഡ് ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട് ബൗളിംഗില്. ബാറ്റിംഗിലാ ഫസ്റ്റ് 2 ആള് കഴിഞ്ഞാ പിന്നെ എല്ലാരും ഘോഷയാത്രയാണ്. ഇന്നലെ ആദ്യമായിട്ട് സംഭവിച്ചല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഘോഷയാത്ര ഉണ്ടാകുന്നത് പിന്നാലെ പറഞ്ഞ പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ ഒരു ഡൗട്ടില്ല. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേന്ന്. ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ വരും, എന്തൊക്കെ ഫിക്സ് ചെയ്യണം, അപ്പൊ എനിക്ക് വ്യക്തമായി മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്പൊ 2ാം സ്ഥാനം കിട്ടൂല, 1ാം സ്ഥാനം കിട്ടൂല. എലിമിനേറ്റർ കളിച്ച് പുറത്തു. എലിമിനേറ്റർ കളിച്ചെത്താ ഒരു കുഴപ്പമില്ല. മുംബൈന്നൊക്കെ ഞങ്ങള് മുംബൈ ജയിക്കാറ് മിക്കവാറും അടിച്ച് തീരുമാനാക്കി വിടും. നിങ്ങൾക്കിപ്പോ ഈ പ്രാവശ്യം കപ്പ് ഉണ്ടാവില്ല. കോലം കണ്ടിട്ടാണ്. അതൊക്കെ പുറത്തുള്ളവർക്ക് ഇങ്ങനെ എന്തും പറയാം. നിങ്ങൾക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. കാരണം നിങ്ങൾ പുറത്തായവരാണ്. കിസാൻ കിസാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം 2 അടി. ആദ്യം 2 അടിച്ച് ലാസ്റ്റ് 1 അടി അടിച്ച്. ഇതാണ് ഇപ്പൊ നിങ്ങളെ കളി. അതങ്ങനെ സ്റ്റാർട്ടിങ്ങും അവസാനവും ഉഷാറാക്കണം. അതാണ് പുറത്തുപോകും. ഞങ്ങളുടെ നിങ്ങൾക്കടപ്പ് ഇനി മൈറ്റി അല്ല. നിങ്ങളെ മൈറ്റി ക്യാപ്റ്റനൊക്കെ എല്ലായിടത്തും കപ്പൊക്കെ എടുത്ത് ഇവിടെ കിട്ടണില്ലല്ലോ. IPL പറ്റൂല. അതാണ് അതിന്റെ കാര്യം. അത് പോയി ഒക്കെ സമ്മതിച്ചോ? നിങ്ങളിപ്പോ ഈ സ്ഥലം നമ്മുടെ ആണല്ലോ. ഞങ്ങൾ പ്ലേ ഓഫിലാണ്. ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോകും. കാണാം എന്ത് കാര്യം. ഒരു കാര്യം ഞങ്ങൾ എലിമിനേറ്ററിൽ കളിക്കാനുള്ളത് അതിന് പുറത്താവും ചെയ്യും. ഇതെന്താ അറിയോ, RCB ഹേറ്റേഴ്സിന് ആഘോഷിക്കാൻ ഒരു മധുരം തന്നെ. അങ്ങനെ കൂട്ടിക്കോളി.